സോ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെഫറൻസ്. ഇത് ഞാൻ ആദ്യമായിട്ട് പിൻട്രസ്റ്റ് കണ്ട സമയത്ത് ഐ വാസ് ലൈക്ക് എനിക്ക് എന്തായാലും ഇത് ഉണ്ടാക്കണം ആൻഡ് ഐ വാണ്ട് ദിസ് എൻകേഷൻ ഇൻ മൈ റൂം. ദെൻ ഐ റിയലൈസ് ദാറ്റ് എൻ്റെ അടുത്ത് ഈ ബീഡ്സ് ഒന്നുമില്ല. സോ ഞാൻ കുറേ അന്വേഷിച്ച് ബട്ട് ദിസ് കൈൻഡ് ഓഫ് ക്രിസ്റ്റൽ ബീഡ്സ് ആർ ടു എക്സ്പെൻസീവ്. ഞാൻ ഈ ഐഡിയ ഡ്രോപ്പ് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ച് ബട്ട് എൻ്റെ മൈൻഡ് ഇതിൽ ഫിക്സഡ് ആയിരുന്നു. സോ ഞാനൊരു ബട്ടൺ ഹൗസ് പോയിട്ട് ഈ ബീഡ്സ് ഒക്കെ അങ്ങ് വാങ്ങിച്ചു. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇത് വേർത്ത് ആവുമോ എന്നൊക്കെ എൻ്റെ മനസ്സ് പറഞ്ഞെങ്കിലും ഫൈനൽ ഔട്ട്പുട്ട് കണ്ടപ്പോൾ അതൊക്കെ അങ്ങ് പോയി. ഇത് നിനക്ക് ഏത് കോമ്പിനേഷനിലും വേണമെങ്കിലും കോർത്തെടുക്കാട്ടോ. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 3 അളവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആൻഡ് ഈച്ച് വൺ 11 എണ്ണം ഉണ്ട്. എനിക്ക് കുറച്ച് വലിയ ബീഡ്സ് ആയിരുന്നു വേണ്ടിയിരുന്നത്. പിന്നെ ഞാൻ പോയ ബട്ടൺ ഹൗസിൽ എനിക്ക് വേണ്ട കളറിൽ അത് കിട്ടിയില്ല. അതുകൊണ്ടാണ് ചെറിയ മുത്തെടുത്തത്. ഈ പോട്ട് ഞാൻ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാണേ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടോ. പിന്നെ പണ്ട് നമ്മൾ ഉണ്ടാക്കിയ ലേഡി ബേർഡിന് യൂസ് ചെയ്ത സ്പൂണിന്റെ ബാക്കി ഭാഗമാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫെവിക്കോളിന്റെ ക്ലേ പെട്ടെന്ന് ഹാർഡ് ആവുന്നത് കൊണ്ടാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്ത്. അവസാനം അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഫൈനലി ഇതാണ് കേട്ടോ നമ്മുടെ ഔട്ട്പുട്ട്. ട്രസ്റ്റ് മി ഗൈസ്, ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ 10x ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, ബിക്കോസ് ഈ മുത്തുകൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ബട്ട് ഇഫ് യു ഹാവ് ദിസ് കൈൻഡ് ഓഫ് ബീഡ്സ് യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ്. അത്രേ ഉള്ളൂ. ബൈ.